ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്നത്. ഇനി എത്ര നരച്ച മുടിയാണെങ്കിലും കട്ടക്കറുപ്പാക്കാൻ ഇതൊന്ന് തൊട്ടാൽ മാത്രം മതി. ഇനി ഡൈ അടിച്ച് ഡൈ ആവേണ്ട, അലർജി വരത്തില്ല, ഒന്നും വരത്തില്ല. ഈ ഒരു സാധനം, വീട്ടിലുള്ള ഈ സാധനം മാത്രം കൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. നല്ല കട്ടക്കറുപ്പായിട്ട് ഇതേ കളറിലായിട്ട് നമ്മുടെ നരച്ച മുടി കട്ടക്കറുപ്പായിട്ട് കിട്ടുന്നതായിരിക്കും. അത് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകും. അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഒരുപാട് ചവിട്ടികൾ കാണും, അഴുക്ക് പിടിച്ചതല്ലേ. അപ്പോൾ കുട്ടികളൊക്കെ കയറിയപ്പോൾ മഴയും കൂടെ ആയപ്പോൾ ഭയങ്കരമായിട്ട് ചള്ളയായിരുന്നു. അപ്പോൾ ആ ചവിട്ടിയിലെല്ലാം ചവിട്ടിക്കറി ഒരുപാട് ചള്ളയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കഴുകാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് സോപ്പ് പൊടിയോ സോപ്പ് ലിക്വിഡോ ഒന്നും തയ്യാറാക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ഡിഷ് വാഷ് ഇല്ലേ, ആ ഡിഷ് വാഷിൽ ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ വിനാഗിരി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ. പക്ഷെ ഇതിന് നല്ല പതയുമാണ്. അതുമാത്രമല്ല ഇത് ചെളിയെല്ലാം നല്ലപോലെ പോവുകയും ചെയ്യും. ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ ചവിട്ടിക്ക് എത്ര കഠിനമായിട്ട് ചെളി പിടിച്ചാണെങ്കിലും കുതിർത്തൊന്നും വെക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ഒന്ന് ബ്രഷ് വെച്ച് അതിലൊന്ന് തേച്ച് കൊടുക്കുക. അതിന് ശേഷം കല്ലിൽ അലക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അലക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. നല്ലൊരു ഇതാണ്. അപ്പോൾ ഡിഷ് വാഷ് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് കണ്ടില്ല, അത്രയ്ക്ക് അഴുക്കുണ്ടായിരുന്നു. ഫുള്ള് ചെളിയും കളഞ്ഞാന്ന് എടുത്തിട്ടുണ്ട്. അത്രയും ചവിട്ടികളെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബക്കറ്റിലേക്ക് വെള്ളം പിടിച്ചിട്ട് നമ്മൾ ചവിട്ടികൾ കഴുകിയാൽ മാത്രം പോരാ. ഈ ചവിട്ടികളിലെ അണുക്കളൊക്കെ കാണും, ഒരുപാട് ബാഡ് സ്മെല്ലുകൾ കാണും. അതൊക്കെ പോകാനും കൂടെ നമ്മൾ ചെയ്യേണ്ടതാണ് കേട്ടോ. അതിനായിട്ടൊരു ബക്കറ്റ് വെള്ളം നിറച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഇതുപോലൊരു ലിക്വിഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ലിക്വിഡ് ഒഴിച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കഴുകി വെച്ചിട്ട് നമ്മുടെ ചവിട്ടിയെല്ലാം അതിലേക്ക് മുക്കി ഒരു 5 മിനിറ്റ് നേരം വെക്കുക. അതിനുശേഷം വേണം നമുക്കതിന്ന് വിരിച്ചിട്ട് നല്ല വെയിലുള്ളിടത്ത്, നല്ല ചൂട് വെയിൽ, നല്ല വെയിലുണ്ടെങ്കിൽ അങ്ങോട്ട് വിരിച്ചിട്ട് നല്ലപോലെ ഉണക്കിയെടുക്കുമ്പോൾ നമ്മുടെ ആ ഇതിലുള്ള അണുക്കളും അതുപോലെ തന്നെ ബാഡ് സ്മെല്ലും ഒക്കെ പോയി കിട്ടുന്നതായിരിക്കും. ഇതിനകത്ത് നിങ്ങൾ ഒരു പിടി ഉപ്പോട് ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. ചവിട്ടികൾ കഴുകുമ്പോൾ കഴുകിക്കഴിഞ്ഞിട്ട് ഈ ഒരു ലിക്വിഡും കൂടെ ഒഴിച്ചിട്ട് നിങ്ങളത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഞാൻ ഇവിടെ കുറച്ച് മുട്ടത്തോടാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് മുട്ടത്തോടുകൾ നമ്മുടെ വീട്ടിലുണ്ടല്ലോ. അപ്പോൾ ഈ മുട്ടത്തോട് നമ്മൾ വെറുതെ കളയാറാണ് പതിവല്ലേ. ആരെയും കളയരുത്. ഇതുകൊണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പുണ്ട്. ഇത് കണ്ടില്ലേ, ഈ മുട്ടത്തോടിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കരിക്കട്ടയാണ് കേട്ടോ. ഈ കരിക്കട്ട ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതെന്താണ് സംഭവിക്കുന്നത് കണ്ടു നോക്കാം. അപ്പം നമ്മുടെ വിറകൊക്കെ കത്തിക്കുന്ന കരിക്കട്ട മതി കേട്ടോ. ഇതും നമ്മുടെ മുട്ടത്തോടും കൂടെ മിക്സിയുടെ ജാറയിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പൊടിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മുടെ ഇടികല്ലിൽ ഇടിച്ച് പൊടിച്ചെടുത്താലും മതി കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇതേ രീതിയിലൊന്ന് പൊടിച്ചെടുക്കാം. പക്ഷെ 2 ഗുണമുണ്ട്. ഈ മുട്ടത്തോടിട്ട് നമ്മൾ ഈ മിക്സിയുടെ ജാറയിട്ട് നമ്മൾ പൊടിക്കുമ്പോൾ മിക്സിയുടെ ജാറയുടെ ബ്ലേഡിൽ നല്ല മൂർച്ച കിട്ടുന്നതും കൂടെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് നോക്കൂ. എന്നിട്ട് ഞാൻ ഇതുപോലെ പൊടിച്ചതിന് ശേഷം ഇതുപോലൊരു ടിൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ടിന്നുണ്ടെങ്കിൽ അത് ഫുള്ളും ഞാൻ ഇത് കൊട്ടിയിടുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് കുറച്ച് ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് എടുത്തതിൻ്റെ അകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണമേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലും ഞാൻ ഇത് വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ പച്ചവെള്ളം തന്നെയാണ് ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് ഈ ബൗൾ ഫുള്ള് ഞാൻ ആ പച്ചവെള്ളം നിറച്ചെടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഈ മുട്ടത്തോടും അതുപോലെ ഈ കരിക്കട്ടയും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ ഇതുപോലെ കായ്ഫലങ്ങൾ ഉണ്ടാകണം. മാവ്, അതുപോലെ ചക്ക, ഈ വഴുതന, തക്കാളി, ഇങ്ങനെയുള്ള ഒരുപാട് കൃഷികൾ കാണുമല്ലോ. തെങ്ങിൻ്റെ ചുവട്ടിലും കൊണ്ടൊഴിക്കുന്ന വളരെ നല്ലതാണ് കേട്ടോ. ഇതൊന്ന് തയ്യാറാക്കിയിട്ട് നിങ്ങൾ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ഒന്നിങ്ങനെ നമ്മുടെ കൃഷി ചെയ്തിരിക്കുന്ന എന്തിലാണെങ്കിലും നിങ്ങളൊന്ന് കൊണ്ടൊഴിച്ച് നോക്കുക. ഒരുപാട് കായ്ഫലങ്ങൾ കിട്ടും കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ട് കൃഷിക്കാരൻ പറഞ്ഞതാണ് കേട്ടോ. ഇതുപോലെ കൃഷി ചെയ്യുന്ന ഒരു ചേട്ടൻ പറഞ്ഞു തന്നൊരു ടിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റോട് ചെയ്യാൻ മറക്കരുത്. ഇനി അതുപോലെ വല്ല ടിപ്പുകളും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതോട്
ഒന്ന് പറയാൻ മറക്കരുതേ. അപ്പോൾ ഞാൻ വഴുതനയ്ക്കാണ് ഇതെല്ലാം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, ഒരുപാട് കായ്ഫലം കിട്ടും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറുള്ളതുവേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മുടെ വീടുകളിൽ നമ്മൾ പാവയ്ക്ക മേടിക്കുമല്ലോ. ഇപ്പോൾ ഈ പാവയ്ക്ക മേടിക്കുമ്പോൾ മെഴുക്കോട്ട് വെച്ചാലും തോരൻ വെച്ചാലും അതുപോലെ കറി വെച്ചാലും ഭയങ്കര കയ്പ്പായിരിക്കും. ചിലർ ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഞെവിടിയെടുത്താൽ പിന്നെ കയ്പ്പ് പോകുമെന്ന് പറയുന്നേക്കാം. ശരിയാണ്, കയ്പ്പ് പോകും. അപ്പോൾ അതെല്ലാവരും ചെയ്തിട്ടുള്ളതാണ്. ഇത് ചെയ്യാത്ത ഒരു ടിപ്പാണ് കേട്ടോ, ഒരു വെറൈറ്റി ടിപ്പാണിത്. ഇത് നമ്മൾ നല്ലപോലെ പാവയ്ക്ക വെള്ളത്തിൽ കഴുകിയിടുക. അതിലേക്ക് നമുക്ക് കുറച്ച് 1 ടീസ്പൂണോളം നമ്മുടെ തൈര് അല്ലെങ്കിൽ മോര് ഇത് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ അടച്ച് വെക്കണേ. അങ്ങനെ തന്നെ അടച്ച് വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി എടുത്തിട്ട് നിങ്ങൾ കറി വെക്കുകയോ തോരൻ വെക്കുകയോ മെഴുക്കുവരട്ടിയോ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. നല്ല അടിപൊളിയായിട്ട് ആ കയ്പ്പെല്ലാം പോയി കിട്ടുന്നതായിരിക്കും. നല്ല സൂപ്പറായിട്ട് കൂട്ടാത്തവർ ചോദിച്ച് മേടിച്ച് കൂട്ടും കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ അടച്ച് വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഇതായിരുന്നു കേട്ടോ. കയ്പ്പ് ഇങ്ങനെ പോകുന്ന ഞാൻ ഓർത്തേ ഇല്ല. ഭയങ്കര കയ്പ്പായിരുന്നു ഈ പാവയ്ക്കായ്ക്ക്. നല്ലപോലെ കയ്പ്പ് പോയിട്ടുണ്ട്. അപ്പോൾ മെഴുക്കുവരട്ടി വെക്കാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും. ഇഷ്ടപ്പെട്ടപ്പോൾ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ പറയണേ. നിങ്ങൾ ഇങ്ങനെ അങ്ങ് ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കൂടെ ചെയ്യാൻ മറക്കരുതേ. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ വീടുകളിൽ ഇപ്പം നമ്മൾ ബ്രൂ ഒക്കെ ഇങ്ങനെ കുറേ ഒരു പാക്കറ്റോടെ മേടിക്കുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ ഈ പാക്കറ്റോടെ ബ്രൂ മേടിക്കുമ്പോൾ നമ്മളിത് കൊട്ടിയിട്ട് കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ കുട്ടികളാണെങ്കിലും എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് നനഞ്ഞ സ്പൂൺ വെച്ചിട്ടൊക്കെ എടുക്കുമ്പോൾ കട്ട പിടിച്ച് പോകും പെട്ടെന്ന് തന്നെ അല്ലേ. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ട 2-3 ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. ആദ്യമേ നമുക്കിത് നല്ല ഉണങ്ങിയ ബൗളിൽ ഇട്ട് വെക്കുക. അത് ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ കിച്ചണിലൊന്നും വെക്കരുത്. കിച്ചണിൽ നമ്മൾ ഈ പാചകം ചെയ്യുന്നിടത്തൊന്നും ഗ്യാസ് അടുപ്പൊക്കെ ഇരിക്കുന്ന ഭാഗങ്ങളിലൊന്നും വെക്കരുത്. അപ്പോൾ പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് തണുപ്പുള്ള ഏരിയയിൽ വെക്കരുത്. അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് കട്ട പിടിക്കും. പിന്നെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കരുത്. അങ്ങനെ ചെയ്താലും കട്ട പിടിക്കും. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് 2-3 അരിമണികൾ ഇട്ടിട്ട് ഇങ്ങനെ വെക്കുവാണെങ്കിൽ കട്ട പിടിക്കത്തില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലെ നമ്മുടെ ചിരട്ടയുടെ ഒരു കഷ്ണം ഒരു പീസ് എടുക്കുക. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ വെച്ചാലും നമ്മുടെ ഇത് തണുത്താൽ പോലും കട്ട പിടിക്കത്തില്ല. കാര്യം അതിൻ്റെ തണുപ്പ് ഈർപ്പമെല്ലാം ഈ ചിരട്ട അബ്സോർവ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മുടെ വീടുകളിൽ ഇതുപോലെ എല്ലാവരുടെ കയ്യിലും കാണും ഈ ഒരു സാധനം. നമ്മുടെ വീട് മുറ്റത്ത് നമ്മൾ നട്ട് വളർത്തുന്നതാണിത്. ഇതിൻ്റെ ഒരു ഔഷധ ഗുണം ഭയങ്കര ഗുണമാണ് കേട്ടോ. നമ്മൾ ഹെന്ന ഇൻഡിഗോ അതൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ മുടി എങ്ങനെ കറുപ്പിക്കാം. എത്ര നരച്ച മുടിയാണെങ്കിലും ഇപ്പോൾ ഡൈ അടിച്ചിട്ട് പണി കിട്ടിയവരൊക്കെ കാണും. ഡൈ അടിച്ച് മടുത്തവരും കാണും അല്ലേ. അവർക്കൊക്കെ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പാണ് ഈ ഒരു സാധനം. ഇതാണ് നമ്മുടെ വാഴച്ചുണ്ടിൻ്റെ ഇതളുകൾ. ഇത് നല്ലപോലെ ഉണക്കിയെടുക്കണേ. ഉണക്കിയടിച്ച് കുറച്ചേറെ ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷം ഒന്ന് പൊടിച്ച് കത്തിച്ച് കരിച്ച് പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ ഇരുമ്പ് ചട്ടി തന്നെ വെച്ച് ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് കത്തിപ്പിടിക്കും കേട്ടോ. ഒരുപാടൊന്നും പെടേണ്ട കാര്യമില്ല. പെട്ടെന്ന് കത്തുന്നില്ലെങ്കിൽ നമ്മൾ ചെറിയൊരു കർപ്പൂരത്തിൻ്റെ പീസ് വെച്ചിട്ട് കത്തിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കത്തിച്ചെടുക്കാൻ പറ്റും. ഇത് നല്ലപോലെ ഒന്ന് കത്തിച്ചെടുത്തതിന് ശേഷം ഇത് കണ്ടില്ലേ, നമ്മുടെ കൈ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് അരിച്ചു പോലും എടുക്കേണ്ട, അത്രയ്ക്ക് നല്ല രീതിയിൽ നല്ല പൊടിയായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മുടി ഇവിടെ നരച്ചിട്ടുണ്ട്. ഇക്കരയാണേലും എൻ്റെ ആണെങ്കിലും ചെറിയതായിട്ട് രീതിയിൽ നരച്ചിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അലോവേര ജെൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ വെളിച്ചെണ്ണയെക്കാട്ടും നല്ലത് നമ്മുടെ ആവണക്കെണ്ണ. അത് നമുക്ക് എല്ലാ അങ്ങാടിക്കടയിലും കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കടുകെണ്ണ എടുക്കുക. ഇതാണ് നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഏതെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അതെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേ രീതി നിങ്ങൾ എടുത്ത് വയ്ക്കുക. ഈ ഒരു കളർ കണ്ടില്ലേ, ഈ നല്ല ബ്ലാക്ക് കളർ, ഈ ഒരു കളർ നമ്മുടെ മുടിയിൽ പിടിക്കും കേട്ടോ. ഇത് നമ്മൾ മാസത്തിൽ ഒന്ന് ചെയ്താൽ മാത്രം മതി. ഒത്തിരി പ്രാവശ്യം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ മാസവും നിങ്ങളിങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മുടി നല്ല ഡാർക്ക് ഷെയ്ഡിലേക്ക് വന്ന് കട്ട കറുപ്പാകാൻ സഹായിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല റിസൾട്ടാണ്. അപ്പോൾ ഇങ്ങനെ വാഴച്ചുണ്ടിൻ്റെ ഇതളുകളൊക്കെ കിട്ടുന്നവരെടുത്ത് കഴുകി നല്ലപോലെ ഉണക്കി പൊടിച്ച് വെക്കുവാണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉണക്കി പൊടിക്കാൻ വയ്യെങ്കിൽ നിങ്ങൾ കരിച്ചിട്ടാണെങ്കിലും ഒന്ന് പൊടിച്ച് ഇതുപോലെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ കണ്ടില്ലേ. അപ്പോൾ ഇനി എത്ര നരച്ച മുടിയാണെങ്കിലും ആ നരച്ച മുടിയിലേക്ക് ഇതൊന്ന് തേച്ച് കൊടുക്കുക. നരച്ച മുടി ഉള്ളിടത്ത് മാത്രം തേച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും പിന്നെ ഷാമ്പു ഉപയോഗിക്കരുത്. നമ്മുടെ താളിപ്പൊടി അല്ലെങ്കിൽ നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയൊന്നും ഇട്ട് ഒന്ന് കഴുകി കളഞ്ഞാൽ മാത്രം മതി. അങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മുടി കറുപ്പാകും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.